ഓക്കെ, നാട്ടിൽ നമ്മളെ വീട്ടിൽ ഏകദേശം ഇതേപോലത്തെ ഒരു തോക്ക് ഇരിക്കുന്നുണ്ട്, ഇതേപോലത്തെ കത്തിയിരിക്കുന്നുണ്ട്. They write their name. Leonard loves this girl, or this boy, depends. Everything is mixed. Super water. Still, that's so beautiful. Yeah. ഈ വ്യത്യാസം ഓഫ് ചെയ്യേണ്ട നമുക്ക് കാണിക്കാം. ഇവിടെ കണ്ട ഐസ്മല അങ്ങോട്ട് പോകുമ്പോഴേക്കും ഒരു 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 രാജസ്ഥാൻ മരുഭൂമി, ഡക്കാൻ മരുഭൂമിയിലേക്ക് ഇപ്പൊ ചെന്നിറങ്ങും. ചിറാപുഞ്ചിയിൽ നിന്ന് നമ്മൾ ഡക്കാൻ മരുഭൂമിയിലേക്ക് ഇപ്പൊ ചെന്നിറങ്ങും. കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള ഡിഫറൻസ് കേട്ടാ. ഇതാണ് ഡിഫറൻസ്. ഹിയർ ഓൺലി ഗ്രീൻ, നോ ഐസ്, നത്തിങ്. ഇല്ല, അതേ സെയിം വാട്ടർ. ടേസ്റ്റ് ഒന്നുമില്ല. എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നി ഇവിടുത്തെ വെള്ളം അവിടുത്തെ വെള്ളമായിട്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ജേർണി കണ്ടിന്യൂ അല്ലേ. നമ്മളിപ്പോൾ പോകുന്നത് സബോട്ടിക്ക എന്ന് നോവി സാഡിലേക്കാണ്. അതാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ. നമ്മളെ കാണുന്നതാണ് ഇവിടുത്തെ സെൻറ്റർ, നോവി സാഡിൻ്റെ സെൻറ്റർ. നമ്മളിപ്പോൾ രാത്രി ആയതുകൊണ്ട് നമ്മൾ സാധനമൊന്നും വെച്ചിട്ടില്ല, എല്ലാം വണ്ടിയിൽ വെച്ചിട്ട് നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഫുഡ് കഴിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഇനി പോയി ചെക്ക് ഇൻ ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ ആൾക്കാർ മൊത്തത്തിൽ ക്രിസ്മസ് വൈബിലാണ്. ഡെക്കറേഷനും സാന്റാക്ലോസും, 2-3 സാന്റാക്ലോസിനൊക്കെ ഉണ്ട് നമ്മൾ. പിന്നെ ആൾക്കാർ ഇവിടെ ഓരോ ചെറിയ ചെറിയ പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഒരു മൊത്തത്തിലൊരു യൂറോപ്യൻ ക്രിസ്മസ് വൈബിലാണ് ഇവിടെ മൊത്തം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കിത് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. നമ്മളീ കാണുന്നത് 1944 ഹിറ്റ്ലർ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയ ഒരു ജൂയിഷ് സിനഗനാണ്. അപ്പോൾ ഹിറ്റ്ലർ ആൾക്കാരെ ക്യാമ്പിൽ യൂറോപ്പിൻ്റെ പല കോണിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ കൂട്ടത്തിൽ നോവി സാഡിൽ നിന്ന് ഇവിടെ നിന്നാണ് കൊണ്ടുപോയത്. ഇത് ഇപ്പോഴത്തെ ഇവിടുത്തെ ജൂയിഷ് കമ്മ്യൂണിറ്റി പ്രിസർവ് ചെയ്യുന്ന 2 പ്ലേസിലൊന്നാണ്. ഒന്ന് ഒരു സ്കൂളും മറ്റേതൊരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്. ഇപ്പോഴും അവരിത് മെയിൻറ്റെയിൻ ചെയ്ത് നന്നായി പോകുന്നുണ്ട്. നമ്മളൊരു ലെബനീസ് റെസ്റ്റോറൻറ്റ് തപ്പിയുള്ള നടത്തമാണ്. ലെബനീസ് ഷവർമ. ഓക്കെ, അങ്ങനെ നമ്മൾ ലെബനീസ് റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. ലെബനീസ് സ്ട്രീറ്റ് ഫുഡ് അല്ലെങ്കിൽ സ്റ്റുഡിയോ ഷവർമ എന്ന് പറയുന്ന സ്ഥലമാണിത്. അങ്ങനെ നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം. ഇത് നമ്മൾ ദുബായിലൊക്കെ കാണുന്ന പോലെ തന്നെ, പക്ഷേ ഇത് കുറച്ചും കൂടെ വലിയ സൈസിലാണ് ഇവിടുത്തെ ഷവർമ ഫലാഫിലെല്ലാം ഉണ്ട്. നമ്മൾ സബ്വേ മോഡലിലാണ് ഇവിടെ മൊത്തം പ്ലേറ്റിംഗ് എല്ലാം. മിക്സാണ്, നല്ല ഫുഡായിരുന്നു. നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് പോയി കഴിക്കുന്നത് നല്ലതാണ്. ഹലാൽ ഫുഡാണ്. ഹലാൽ ഫുഡ് ഇവിടെ യൂറോപ്പിൽ കിട്ടുന്ന പാടാണെന്നറിയാലോ. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ആഡ് ഓൺ ആയിരുന്നു ഈ സ്ഥലം. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നേരെ നടന്ന് ഇവിടെ അടുത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. സിറ്റി സ്ക്വയർ, ഇന്നലെ രാത്രി പോയ സ്ഥലങ്ങൾ തന്നെയാണ്. അതല്ലാതെ കുറച്ച് എക്സ്ട്രാ സ്ഥലങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കോഫി കുടിക്കാൻ കയറിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഞാനും കയറുന്നുണ്ട്. ഹോട്ട് ചോക്ലേറ്റ്, ഓംലെറ്റ്, ബ്രെഡ്, സലാഡ്. നമ്മളൊരു പോണ്ടും ലേക്ക് എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് തപ്പി വന്നിട്ട് ഇവിടെ എത്തിയതാണ്. സ്ഥലം കൊള്ളാം, കാമാണ്, നടക്കാനൊക്കെ രസമുണ്ട്. ഇവിടുത്തെ ലോക്കൽസിനോട് ചോദിക്കുക അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയുണ്ട് അടുത്തുനിന്ന്. എല്ലാം കാര്യമായിട്ട് ഇവിടുത്തെ ഒരു ലൊക്കേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഇവിടുത്തെ ആളാണ്, പക്ഷേ ഇയാൾക്ക് വലിയ ഐഡിയ ഇല്ല ഇവിടുത്തെ സ്ഥലങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ അയാളുടെ അടുത്ത് കുറച്ച് അയാൾ പറഞ്ഞ് ലൊക്കേഷൻ, അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ഇവിടെ തപ്പി നോക്കും. ബാക്കി നമ്മൾ ഗൂഗിളുണ്ടല്ലോ, അതിൽ തപ്പി കണ്ടുപിടിക്കാം. ഇതാണ് ദനൂബ് റിവർ, ഇവിടുത്തെ ഏറ്റവും ഫേമസ് റിവറാണ്. യൂറോപ്പിലെ 10 കൺട്രീസ് ക്രോസ് ചെയ്ത് പോകുന്ന യൂറോപ്പിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് റിവറാണിത്. നമ്മളീ കാണുന്നത് നോവി സാഡിലെ മോർണിംഗ് മാർക്കറ്റാണ്. ഇവിടുത്തെ ആൾക്കാർ ഡെയിലി സാധനം വാങ്ങിക്കാൻ വരുന്നൊരു സ്ഥലമാണിത്. നോക്കുക, നിങ്ങളുടെ ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം ഡെയിലി യൂസിനുള്ള എല്ലാ സാധനങ്ങളും, ഹണി, വിനീഗർ എല്ലാം നല്ല റീസണബിൾ റേറ്റ് ആണെന്ന് തോന്നുന്നു. നമ്മളെല്ലാം കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ.
ഇവിടുത്തെ കുറേ കടകൾ തുറന്നിട്ടുണ്ടോ അതോ നേരത്തെ അടച്ചതാണോ എന്നറിയില്ല. പക്ഷെ എന്നാലും ആൾക്കാരുണ്ട്, ഈ സമയത്ത് സാധനം വാങ്ങിക്കാനൊക്കെ വരുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇപ്പോൾ 8 മണിയായിട്ടുള്ളൂ, കാരണം വാച്ചിൻ്റെ ഒരു ടൈം സോണിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ ഇവിടെ ആണെങ്കിൽ നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും ഇവിടെയും കിട്ടുന്നുണ്ട്. വരുന്ന കൺട്രീസ് വ്യത്യാസമാണ്. ഇതാണ് ഇവിടുത്തെ ഒരു വ്യത്യസ്തമായൊരു കട, കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ബുച്ചറി ഷോപ്പ്, മേസാര ബിഗ് ചിക്ക്. അവിടെ ചിക്കൻ എല്ലാം ഉണ്ട്, ചിക്കൻ, ബീഫ്, മട്ടൺ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതാണ് അരി, 200 ദീന് അരി, പിയേഴ്സ്, ആപ്പിൾ എല്ലാം ഉണ്ട്. ഫ്രഷ് ആയിട്ട് കിട്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. നമ്മൾ ധനൂബ് റിവറിന്റെ സൈഡിലുള്ള പാലത്തിൽ കൂടെ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. അവിടെ ഒരു ചെറിയൊരു ഫോർട്രസ് പോലെ ഉണ്ട്, അതാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് ഇവിടെ ഒരു നോവിസാഡ് എന്ന് പറഞ്ഞ് ഇവിടെ അറിയപ്പെടുന്നത് യൂറോപ്യൻ ക്യാപിറ്റൽ ഓഫ് കൾച്ചർ എന്നാണ്. അതായത് പൊതുവെ പിന്നെ വന്ന സിറ്റി ആയിട്ടാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഒരു റോഡ് തീർന്ന ഒരു വഴിയിലേക്കാണ് കൊണ്ടെത്തിച്ചത്. അപ്പോൾ നോക്കി വന്നപ്പോൾ ലാസ്റ്റ് ഒരു താഴെ കണ്ടില്ലേ, ഇങ്ങനൊരു സാധനം വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ മാനേജ് ചെയ്തു. അത് ജസ്റ്റ് ഒന്ന് നീക്കിയിട്ട് നമ്മൾ പോകേണ്ട വഴി ഇതാണ്. അപ്പോൾ അകത്തോടെ പോകുമ്പോൾ രസമുണ്ട്. റൈറ്റ് സൈഡിൽ നമ്മൾ ഈ ഫോർട്രസിൽ സിനിമയിലൊക്കെ കാണല്ലേ കുഴിയൊക്കെ ഉള്ള, അത് ഒരു നല്ല സിസ്റ്റമാണ്. ഇവിടെ സിഗ്നലുണ്ട്, അതായത് നമ്മുടെ വണ്ടി കയറുന്നതിന് മുന്നേ നമുക്ക് ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടാണ് കയറിയത്. അപ്പോൾ അതേപോലെ അപ്പർ സൈഡിലുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന വണ്ടികൾ ആക്ച്വലി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, കാരണം ഒരു വണ്ടിക്കല്ലേ പോകാനുള്ള സ്ഥലമുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് ആൾക്കാർ ഇവിടെ അത് മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. എക്സിറ്റ് ആണെങ്കിൽ സിംഗിൾ എക്സിറ്റ് സിംഗിൾ എൻട്രി ആണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇപ്പോൾ ഇയാൾ നിൽക്കുന്ന പോലെ ഈ വണ്ടികൾ നിൽക്കുന്നുണ്ട്. അത് ഗ്രീൻ കിട്ടുന്ന ചെയ്യുമ്പോൾ നമ്മൾ വരുന്നത്, ആൾക്കാർ അതേപോലെ നമ്മൾ തിരിച്ചു പോകുമ്പോഴും ഇതേപോലെ വെയിറ്റ് ചെയ്താണ് തിരിച്ചു പോകേണ്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഫോർട്രസിൻ്റെ ഔട്ട് സൈഡിലാണ്. ഇവിടെ നമുക്ക് ധനൂബ് റിവർ കാണാം, അടുത്തുള്ള ബ്രിഡ്ജ് കാണാം. മൊത്തത്തിലുള്ള നോവിസാഡിൻ്റെ മൊത്തത്തിലുള്ള ഒരു ടോപ്പ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയൊരു ടവറുണ്ട്, ചെറിയൊരു ക്ലോക്ക് ടവർ. എന്താ പ്രത്യേകത ഉണ്ട് അവിടെ. കുറേ ഗൈഡ് ടൂറിസ്റ്റിനെ കാണാം, ഇതിൻ്റെ കൂട്ടത്തിൽ ഒരാളോട് ഇരിക്കുന്നുണ്ട്, പോവാം അങ്ങോട്ട്. ഇത് ബോട്ട് ട്രാവലേഴ്സിന് വേണ്ടിയായിരുന്നു ഈ സാധനം. You see, they write their name. Leonard loves this girl, or this boy, depends. Now everything is mixed. Now I cannot understand anymore anything. Now you are And this is a way to love their life, to love their love. നമ്മളിപ്പോൾ പോകുന്നത് ഇതിൻ്റെ അകത്തുള്ളൊരു സിറ്റി മ്യൂസിയം ഉണ്ട്. അതിവിടെ നിന്ന് വേറെ സൈഡിലാണ്. അപ്പോൾ നമുക്ക് പുറത്ത് ചുറ്റിക്കറങ്ങി പോവാം. നമ്മൾ പോകുന്നത് അവിടെ നിന്നും വേറൊരു സൈഡിലേക്കാണ്. നല്ല രസമാണ് രാവിലെ ഈ ക്ലൈമറ്റിൽ ഇങ്ങനെ നടന്നു പോകാൻ, പണ്ടത്തെ ഈ ആർക്കിടെക്ചർ കാണാൻ. നല്ല കുറേ കഷ്ടപ്പെട്ട് ഐഡിയകൾ. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഉണ്ടാക്കുന്ന ബിൽഡിങ്സിന് ഈ ഒരു സ്ട്രെങ്ത് ഉണ്ടെന്നും ഇത്ര മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നും തോന്നുന്നില്ല. പക്ഷെ രസമുണ്ട് ഇത്. അങ്ങനെ നമ്മൾ സിറ്റി മ്യൂസിയം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സിറ്റി മ്യൂസിയത്തിൻ്റെ അകത്തോട്ടുള്ള വ്യൂ നോക്കാം. അവിടെയാണ് മെയിൻ അടിപൊളി സാധനം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കാം. നോവിസ് ഇവിടെ ആക്ച്വലി ക്യാപിറ്റലായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു പ്രൊവിൻസിൻ്റെ ക്യാപിറ്റലാണ് നോവിസാഡ്. ധനൂബിൻ്റെ ഏറ്റവും അടുത്തുള്ള സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ നോക്കുന്നെങ്കിൽ നമുക്കിവിടെ പഴയ കൺസ്ട്രക്ഷൻ്റെയൊക്കെ ഫൂട്ടേജ് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നോക്കുന്നെങ്കിൽ കുറേ വേസ് കാണാൻ പറ്റും. ക്ലേ ആയിരിക്കണം. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുന്നെങ്കിൽ ഇത് പണ്ട് മറ്റേ ജപ്പാനിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, അവരെന്തെങ്കിലും പൊട്ടുന്ന സമയത്ത് അവർ ഗോൾഡ് വെച്ച് ഉരുക്കും. ഏകദേശം അതേപോലെ തോന്നുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിലും ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ ഹിസ്റ്ററി തുടങ്ങുന്നത് ന്യൂ സ്റ്റോൺ ഏജ്, നിയോലിറ്റിക് ഏജ് തൊട്ടാണ്. അപ്പത്തൊട്ടുള്ള ഹിസ്റ്ററിയാണ് ഈ സ്ഥലത്ത്. പിന്നെ അതിനുശേഷം വിൻസ കൾച്ചർ വന്നു, 4000 BC-യിലാണ്. പിന്നെ അതിൻ്റെ അടുത്ത കോപ്പർ ഏജ് വന്ന സമയത്തും ഇവർക്ക് ഹിസ്റ്ററി ഉണ്ട്. ഡെവലപ്പ് ചെയ്ത് വന്ന സ്ഥലമാണിത്. കൾച്ചറൽ പോയട്രി, ബ്രോൺസ് ഏജിലുള്ള ഹിസ്റ്ററി ഉണ്ട്. അതിനുശേഷം ഏർലി അയൺ ഏജ് ഉണ്ട്, ലേറ്റ് അയൺ ഏജ് ഉണ്ട്. എല്ലാ സമയത്തും ഇവിടെ പല ഡെവലപ്മെൻറ്റ്സും വന്നിട്ടുണ്ട്.
നമ്മൾ നേരത്തെ കണ്ട പോട്ടറിയും ബാക്കി സംഭവങ്ങളും. ആൾക്കാർ പല പല എക്സ്കവേഷനും എല്ലാം കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ട് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ഇതെല്ലാം. റോമൻസ് വന്ന സമയത്ത് ഇവിടെ കുറേ ചേഞ്ച് വന്നു. റോമൻസ് വന്ന് ഫസ്റ്റ് സെഞ്ചുറി വന്നിട്ട് ഇവിടെ കുസും എന്ന് പറഞ്ഞ പേരിട്ട് റോമൻസ് വന്നിട്ട് ലോക്കൽ നെയിം ഇട്ടാണ്. അവരെ കൊളോക്കിയൽ നെയിം ആയിരിക്കണം. ഫോർട്രി എല്ലാം വെച്ച് ആ സമയത്തുള്ള ഐറ്റംസാണ് ഇതെല്ലാം. പിന്നെ അതിനുശേഷമാണ് പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്, കുറേ ചേഞ്ചസ് ഇപ്പം കാണുന്നതെല്ലാം ഉണ്ട്. പറഞ്ഞുണ്ടെങ്കിൽ വായിക്കുന്നതിൽ കുറേ നേരം എടുക്കും. ബോറാക്കുന്നില്ല, കണ്ടുപോകാം നമുക്ക്. ഇത് ഓഗസ്റ്റ് 5 1716 ഒരു നടന്നൊരു വാറിൻ്റെ സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ കുറച്ച് പടയാളികൾ, ഈ സൈഡിലെ ആൾക്കാരുണ്ട്. ട്രഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ബേസ് ഉണ്ട് ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ ഒന്ന് ബേസ്, ഇവിടെ അറ്റാക്ക് ചെയ്ത് അപ്പുറത്ത് വന്നു. ഇത് ഫോർട്രസ് ആണ്. ചെറുക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കുറേ ഇവിടുന്ന് കുറേ ആൾക്കാരുണ്ട്. അതാണ് ഇവിടുത്തെ ഹിസ്റ്ററി. ആ സമയത്തുള്ള പെയിൻറ്റിങ്ങും ബാക്കി സംഭവങ്ങളുമാണ്. ഇവിടെ ഒരു ഡ്രസ്സുണ്ട്. പണ്ട് നമ്മൾ സിനിമയിലൊക്കെ നെപ്പോളിയനൊക്കെ ഇട്ട് കണ്ടിട്ടുള്ള സംഭവമാണിത്. രസമുണ്ട്, ഇത് ഫാഷൻ സെൻസ് ഉണ്ട്. പണ്ടത്തെ തോക്ക്, പിന്നെ കത്തി കിടലാണ്, സിംഗിൾ ഷോട്ട്. നാട്ടിലുള്ള വീട്ടിൽ ഏകദേശം ഇതേപോലത്തെ ഒരു തോക്കുണ്ട്, ഇതേപോലത്തെ ഒരു കത്തിയുണ്ട്. അതൊക്കെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എല്ലാം വിൻറ്റേജ് ഐറ്റംസ് ആണല്ലോ. പിന്നെ ഇതെന്താണ്, കനോൺ ബോൾസ്. ഹിസ്റ്ററി നിറഞ്ഞൊരു സ്ഥലമാണ്. ഇഷ്ടംപോലെ സമയം ഉണ്ടെങ്കിൽ ഇവിടെ ഇനിയും സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ട ആൾക്കാർ ഡെഫിനറ്റ്ലി ഇവിടെ വരേണ്ട സ്ഥലമാണ്. കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കണ്ടന്റ് ഉണ്ട്, കൾച്ചറുണ്ട്, എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് മോണോസൈലോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വേർഡാണ്. സിംഗിൾ ട്രീ എന്നുള്ള ഒരു ബോട്ടാണിത്. ബേസിക്കലി കാവ് ചെയ്തിട്ട് അതിൻ്റെ ഇൻസൈഡ് ഓഫ് ദ ടാങ്ക് ബേൺ ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. മൊത്തം ഹാലോ ആണ്. തൊട്ട് സൈഡിൽ ഓക്കെ, റോമിൻ്റെ റോഡ് മാപ്പാണിത്. പണ്ടത്തെ റോമിൻ്റെ റോഡ് മാപ്പാണിത്. ഇത് ധനൂബ് റിവർ ആണെന്ന് തോന്നുന്നു. ഇതാ നമ്മൾ നിൽക്കുന്ന കുസും, അവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം. പെട്രോൾ നേരത്തെ ഗൈഡ് പറഞ്ഞിട്ടുണ്ട് സ്ഥലം. അപ്പോൾ ഇത് ധനൂബ് റിവർ, നമ്മൾ അവിടെ നിന്ന് കാണുന്ന സ്ഥലമാണിത്. ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ് പണ്ടത്തെ റൂഫ് ടൈലാണിത്. ഇത്ര വലിയ ടൈലാണ് പണ്ടേ ഉള്ളത്. എന്ത് വലിയ വീടായിരിക്കും. അപ്പോൾ നമുക്ക് ചെറുതല്ലേ നമ്മുടെ നാട്ടിലുള്ള, ഇവിടുത്തെ വെതറിന് പറ്റിയതായിരിക്കണം. ഇപ്പോൾ നോക്കുന്നെങ്കിൽ ഇത് പണ്ടത്തെ ഇവിടുത്തെ വെപ്പൺസ് ആണ്. സ്പിയർ, റോമൻ ഐറ്റംസ് ആണ് മൊത്തത്തിൽ കാണുന്നത്. ഫുൾ റോമൻ ഐറ്റംസ് ആണ് ഇവിടെ. ഇതിൻ്റെ ഹിസ്റ്ററിയുടെ സ്റ്റാർട്ടിങ് അങ്ങറ്റത്ത് നിന്ന് ഫസ്റ്റ് സെഞ്ചുറിയിലൊക്കെ ഉള്ള റോമൻ പീരീഡ്. പെട്രോവാഡിൽ നിന്നാണ് ഈ ഫോർട്രസിൻ്റെ പേര്. ആ ഫോർട്രസിൻ്റെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് സെഞ്ചുറി ആയിട്ടുള്ളൊരു സംഭവമാണിത്. നമ്മളിപ്പോൾ തിരിച്ചു പോകണ വന്ന വഴി പോലെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. ആ സെയിം സിംഗിൾ റോഡിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മളവിടെ ഇറങ്ങുന്നെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് കണ്ട മറ്റേ പണ്ട് മുതല കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് തന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഫുൾ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണ്ടി അടുത്ത വണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് മോക്കാഗോറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടെന്നൊക്കെ നമ്മൾ കുറേ സ്ഥലത്ത് കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അതെങ്ങനെയാണെന്നുള്ളത് നോക്കണം. ശാന്തസുന്ദരമായ സ്ഥലം. അങ്ങോട്ട് നമ്മൾ എത്തിയിട്ട് അടുത്ത സ്ഥലത്ത് നോക്കാം. റോഡ് വലിയ തിരക്കില്ലായിരുന്നു, പെട്ടെന്ന് എത്താൻ പറ്റുന്നതാണ്. ഇതാണ് മൊക്കാഗോറ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ആക്ച്വലി ഒരു സ്പെഷ്യൽ ട്രെയിൻ നോക്കി വന്നതാണ്.
ആ ട്രെയിൻ ഈ സമയത്ത് നമ്മൾ കുറച്ചധികം ലേറ്റ് ആക്കി. ഒക്ടോബർ 31 അത് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഡിസംബർ 24 തൊട്ട് അടുത്ത സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങുമെന്നാണ് അവർ പറഞ്ഞത്. റെഗുലർ സ്റ്റേഷനല്ല. അപ്പോൾ നമ്മൾ കയറുന്നത് ഇവിടുത്തെ ഒരു ക്യാബിനിലാണ്. അത് ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കയറി നോക്കാൻ വിചാരിച്ചു. ലൈക്ക് നമുക്ക് ചാൻസ് കിട്ടിയത് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി. ഫുൾ വുഡനാണ്. പിന്നെ അതിൻ്റെ അകത്ത് ചൂടാക്കാൻ, അതായത് ഇത് തണുപ്പത്തൊക്കെ പോകുന്ന സമയത്ത് ഇത് കൂളായിട്ട് വെക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് ഹീറ്റേഴ്സ് ഉണ്ട്. ഈ കാണുന്ന ബ്ലാക്ക് ഇതാണ് ഹീറ്റർ. ഇത് കംഫർട്ടബിൾ ആയിരിക്കും, കാരണം നല്ല പാനലാണ്. അതിൻ്റെ അകത്ത് മൈക്കൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ വെച്ചതായിരിക്കും, പണ്ട് കാണാൻ ചാൻസ് ഇല്ല. ഇതിൻ്റെ അകത്താണെങ്കിൽ അകത്തുനിന്ന് എമർജൻസി എക്സിറ്റ് ആണെന്ന് തോന്നുന്നു ഈ ഡോറ്. നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് മോക്ര ഗോറ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ട് അടുത്ത സ്ഥലം അത് കിട്ടാത്തതുകൊണ്ട് സർഗൻ വിത്താസി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷൻ ഉണ്ട്. അത് അപ്പർ സൈഡിലാണ്. അവിടെ നിന്ന് ചിലപ്പോൾ ട്രെയിൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇവിടെ നോക്കുന്നെങ്കിൽ കണ്ടോ, ഫുൾ സ്നോ വീണ് കിടക്കുന്ന ഒരു ഇതാണ് ഈ സൈഡ്. അതൊരു ടണലിൻ്റെ ഇപ്പർ സൈഡാണ്. ടണലിൻ്റെ അപ്പർ സൈഡ് പോകുമ്പോൾ മൊത്തത്തിൽ ഒരു വ്യത്യാസം, ഒരു ട്രാൻസ്ഫോർമേഷൻ പോലെയാണ്. അതായത് ഈ സൈഡിൽ ഒരു ക്ലൈമറ്റും തൊട്ട് അപ്പർ സൈഡിൽ പോകുമ്പോൾ നമ്മൾ ഒരു ഡിഫറെൻറ്റ് സ്റ്റേറ്റ് എത്തിയ പോലെയാണ്. എന്ത് ഫിനോമിനാന്ന് അറിയില്ല, എന്നാലും മൊത്തത്തിൽ കണ്ടപ്പോൾ ഒരു ഷോക്കായിരുന്നു. അതായത് ഒരു സൈഡിൽ ഫുൾ വിൻ്റർ, അപ്പർ സൈഡിൽ പോകുമ്പോൾ ഫുൾ പച്ചപ്പായിട്ടുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവിടെയെങ്കിലും നമുക്ക് ട്രെയിൻ കിട്ടുമെന്നാണ്. എന്നാൽ ആ ഒരു എക്സ്പീരിയൻസ് ഇതാവും. ചിലപ്പോൾ ഉടനെ അടുത്ത ഒരാഴ്ചയിൽ ഇവിടെയും ഫുൾ സ്നോ വീണിട്ട് ഇതാവും. ഇപ്പോൾ പക്ഷെ എന്തായാലും ഇവിടെ ഒന്നുമില്ല. അപ്പൊ കുറച്ചു നേരത്തെ പറഞ്ഞ് തണുപ്പില്ല. 1 degree. Okay, very good. You take a train now to മോക്ര. ഇവിടെ കുറച്ചുകൂടി വളരെ പണ്ട് പോലെ ബോസ്നിയയ്ക്ക് ഡയറക്റ്റായിട്ട് ട്രെയിൻ പോകുന്ന സ്ഥലമാണ്. ഇപ്പോൾ ബോസ്നിയ സെപ്പറേറ്റ് ആയപ്പോൾ ബോർഡർ വരെ പോകുന്നുള്ളൂ. സറസായി നിന്ന് ബോസ്നിയയിലേക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. അങ്ങോട്ട് ഫുള്ളായിട്ട് പോകുന്നില്ല. സറസായി നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ജസ്റ്റ് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ബോസ്നിയ ബോർഡർ വരെ പോകും. ഇവിടെ നിന്നാണ് മറ്റേ ട്രെയിൻ വരുന്നത്. നമ്മൾ അവിടെ നിന്ന് ഈ മോർഷ എന്ന് പറയുന്ന സ്ഥലത്ത് ട്രെയിൻ മോക്രയിൽ നിന്ന് ഇവിടം വരെ വരും ട്രെയിൻ. ഇതൊരു 10 to 14 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഇതാണ് ഒരു പഴയ ട്രെയിൻ. ഇത് ഇപ്പോൾ ഇത് ഓടുന്നില്ല, ഇത് വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഓടുന്ന ട്രെയിൻ ഇതാണ്. ഇത് പഴയ ട്രെയിനാണ്. അതിലും പുതിയ ട്രെയിൻ എന്താ കിടക്കുന്നത്? ഇതാ കിടക്കുന്നു. തുറക്കാൻ പറ്റില്ല. ഇത് പഴയ നമ്മളെ നാട്ടിലെ ഇന്ത്യൻ ട്രെയിൻ ഉണ്ടല്ലോ പണ്ട് 1957, അതേപോലെ കംപ്ലീറ്റ് ഇരുമ്പ് ട്രെയിനാണിത്. പിന്നെ ഇതിനകത്ത് കയറുക തടി ഇത് 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 സി ക്ലാസ് കമ്പാർട്ട്മെൻ്റ് ആണ്. ഇരുന്ന് നിന്നും പോകുന്നതാണ്. ഇത് വുഡൻ സീറ്റെല്ലാം ഇട്ടത്. ഇത് ബി ക്ലാസ് ആണ്. ഇത് പോസ്റ്റ് മാസ്റ്റർ, റെയിൽവേ പോസ്റ്റ്, PPP അവരൊക്കെ ഇരിക്കുന്നതാണ്. ഇത് സാധാരണ അകത്ത് റൂമുണ്ട്. ഇത് കുറച്ചുകൂടെ കൊള്ളാം, നേരത്തെ കണ്ട പോലല്ല. ഇത് സെപ്പറേറ്റ് ക്യാബിൻ, ക്ലോസ് ചെയ്തിരിക്കാം. എ ക്ലാസ് അല്ല, ബി ക്ലാസ് പോലുള്ളതാണത്. 3 ടൈം. ഓക്കെ, ഇത് ഇത്രയാണ് ഈ ട്രെയിനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇത് മൗണ്ടൈൻ വരുന്ന ഒരു ചെറിയൊരു അരുവിയാണ്, വെള്ളം. ഇനി ഇതിൻ്റെ ഒരു വലിയ അരുവി അപ്പുറത്തുണ്ട്, ഒരു ചെറിയൊരു ലേക്കാണ്. അത് ഏത് സമയം വെള്ളം വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഈ ടൗൺ ഇവിടെ ഫോം ആയത്. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനും ഒരു മൊണാസ്ട്രി ഉണ്ട്, ചെറിയൊരു പഴയ ഒരു മൊണാസ്ട്രി. 10-200 വർഷം പഴക്കമുള്ളൊരു മൊണാസ്ട്രി, ചാപ്പൽ എന്താണ്, ചെറിയൊരിതാണ്. ഇത് നല്ല ഒരു ഹിസ്റ്റോറിക് പ്ലേസുമാണ്. അതിൻ്റെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കിക്കൊണ്ട് വരികയാണ് അവർ. പുതിയ അപ്പാർട്ട്മെൻറ്റെല്ലാം കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഒരു വലിയ പ്രശ്നമാണ്. വേണ്ട, ഇതൊരു അരുവിയാണിത്. വെള്ളം എപ്പോഴും ഉണ്ടാവും ഈ സ്ഥലത്തുകൂടി. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇപ്പം നമ്മൾ -1 ഡിഗ്രി, ഇപ്പോൾ 0 ഡിഗ്രി ആയി. നല്ല വ്യൂ, നല്ല അടിപൊളി. ഞാൻ വെള്ളത്തിലോട്ട് ഇറങ്ങി കാണിച്ചു തരാം നിങ്ങൾക്ക്.
പക്ഷെ ഇറങ്ങാൻ പറ്റില്ല. പഴയ അവശിഷ്ടങ്ങളാണ്, ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാതെ അങ്ങനെ ഇട്ട്. കാരണം ബോസ്നി ഇത് സെർബിയ സെപ്പറേറ്റ് ആയപ്പോഴേക്കും ഇത് പിന്നെ കുറേ നാൾ ഒന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ കിടന്ന് ഇതിൻ്റെ ട്രെയിനിൻ്റെ ബോഗികളും ആ പഴയ ബിൽഡിങ്ങുകളും ഒരു വലിയ റെയിൽവേ സ്റ്റേഷനായിരുന്നാണിത്. ഇപ്പോൾ അതങ്ങനെ ഇപ്പോൾ ഒരു 2018-19 മുതലാണ് വീണ്ടും അവർ പുതിയ കൺസ്ട്രക്ഷൻ ചെയ്യാൻ ആരംഭിച്ച് പുതിയ പുതിയ അപ്പാർട്ട്മെൻറ്റുകളും ടൂറിസ്റ്റ് വില്ലേജ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പണ്ടത്തെ ഒരു ലാൻഡ്മാർക്കായിരുന്നു ഈ ടവർ പോലെ. നല്ലൊരു ഓക്കെ. സൂപ്പർ വാട്ടർ, എന്തൊരു സൂപ്പർ വാട്ടർ. അങ്ങനെ നമ്മളെ ബ്ലോഗർ സഫാൻ വെള്ളം ഒന്ന് നേരിട്ട് തൊട്ട് പരീക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ഞാൻ പറഞ്ഞത് അത്ര അവന് വിശ്വാസമായില്ലെന്നാണ് തോന്നുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ഒന്ന് ഫീൽ ചെയ്യട്ടെ, റിയൽ ഒന്ന് ടെസ്റ്റ് ഫീൽ ചെയ്യട്ടെ. എങ്ങനെയുണ്ട് മിസ്റ്റർ സഫാൻ ഇവിടത്തിൻ്റെ വെള്ളം? തണുപ്പുണ്ടല്ലേ? ടേസ്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങളോ വ്യത്യാസങ്ങളുണ്ടോ? നമ്മളെ നാട്ടിലെ വെള്ളം പോലെ തന്നെയാണോ? കുടിക്കാൻ പറ്റുമോ? തണുപ്പുണ്ടല്ലേ? ഓക്കെ വെരി ഗുഡ്. അത്രയും മതി. നമ്മൾ ഈ വെള്ളത്തിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്ന് സഫാൻ ഇപ്പം പോയി മനസ്സിലാക്കി. അപ്പം നമ്മളെ വെള്ളം അവിടുത്തെ വെള്ളമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അതേ സെയിം വാട്ടർ ടേസ്റ്റ് ഒന്നുമില്ല. എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നി ഇവിടുത്തെ വെള്ളം അവിടുത്തെ വെള്ളമായിട്ട്. പക്ഷേ സഫാന് അത് വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. പക്ഷേ ആ വെള്ളത്തിൻ്റെ എഫക്റ്റാണെന്ന് തോന്നുന്നത് സംബന്ധിച്ച് ചെറിയ സഫാന് കുഴപ്പമൊന്നും